നമ്മൾ സാധാരണ നമ്മുടെ മനുഷ്യന്റെ ജീവിതത്തിന് ഒരു ചാക്രികമായ ഒരവസ്ഥയുണ്ട്. ആ അവസ്ഥ എന്ന് പറഞ്ഞാൽ സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒന്ന്, നാം ആരായിരുന്നു എന്തായിരുന്നു എന്ന് പറയപ്പെടാൻ പറ്റാത്ത രൂപത്തിൽ ഒരു ഇന്ദ്രിയ തുള്ളിയായി പിതാവിന്റെ മുതുകിലായിരുന്നു ഒരു അവസ്ഥ. അതാണ്. പിന്നെ മാതാവിന്റെ ഗർഭാശയത്തിലേക്ക് എത്തി, അവിടെ വളർന്നു. പിന്നീട് നാം ഓരോ ഘട്ടം പറയുമ്പോൾ സാധാരണ പറയാറുള്ളത് ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, മധ്യവയസ്കത, വാർദ്ധക്യം എന്നിങ്ങനെയുള്ള ഘട്ടങ്ങൾ നമ്മൾ പറയാറുണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രായവുമായി ബന്ധപ്പെടുത്തി. വിശുദ്ധ ഖുർആൻ ഇത്തരം കാര്യങ്ങൾ വളരെ കൃത്യമായി നമ്മൾക്ക് പറഞ്ഞു തരിക കൂടി ചെയ്യുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു വചനമാണ് ഇത്. പല വചനങ്ങളുണ്ട്. സൂറത്ത് റൂമിലെ ഈ വചനത്തിൽ അള്ളാഹു നമ്മുടെ ആ ഘട്ടങ്ങളെ കുറിച്ച് പറയുന്നു. അല്ലാഹുല്ലദീ ഖലഖക്കും, അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. മിൻ ലഇഫിൻ, ബലഹീനമായ അവസ്ഥയിലാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. സുമ്മ ജഅല മിൻ ബഅദി ലഇഫിൻ ഖുവ്വ, ആ ബലഹീനമായ അവസ്ഥയ്ക്ക് ശേഷം പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഖുവ്വത്ത്, ശക്തി നൽകി. സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ലഇഫൻ, ആ ശക്തിക്ക് ശേഷം പിന്നെ വീണ്ടും നിങ്ങൾക്ക് ദൗർബല്യവും നരയുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയത്. യഖ്ലുഖു മാ യശാ, അവൻ ഉദ്ദേശിക്കുന്നതെല്ലാം അവൻ സൃഷ്ടിക്കുന്നു. വഹുവൽ അലീമുൽ ഖദീർ, അവൻ സർവജ്ഞനും സർവശക്തനുമാകുന്നു എന്നാണ് ഞാൻ ഓതി വെച്ച വചനത്തിന്റെ സാരം. ഇതാണ് നമ്മുടെ അവസ്ഥയെ കുറിച്ച് കൃത്യമായി. ഒന്ന്, ആദ്യം ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഷൈഉം മദ്കൂർ അല്ലാത്ത ഒരവസ്ഥ, ഒരു കാലം നിങ്ങളിൽ കഴിഞ്ഞു പോയിട്ടില്ലേ എന്ന് ഖുർആൻ ചോദിക്കുന്ന ചോദ്യം. പിന്നീട് മാതാവിന്റെ ഗർഭാശയത്തിലെത്തുകയാണ്. അവിടെയും വളർത്തുന്നതും സംരക്ഷിക്കുന്നതും വേണ്ട എല്ലാ സംവിധാനങ്ങളും നൽകുന്നത് അല്ലാഹു തന്നെയാണ്. അങ്ങനെ മാതാവ് പ്രസവിക്കുന്നു. ആ പ്രസവിക്കുന്ന സന്ദർഭത്തിൽ ഒരു ശിശുവായി നാം മാറുമ്പോഴുള്ള അവസ്ഥയാണ് ആദ്യത്തെ പ്രയോഗം, മിൻ ലഇഫിൻ, ബലഹീനതയാണ്. മറ്റു പല ജീവജാലങ്ങളുടെ കുട്ടികളും നമ്മളുടെ മനുഷ്യ കുട്ടികളും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് പരിശോധിച്ചാൽ ആ പ്രയോഗം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു പശുവിന്റെയോ ഒരു ആടിന്റെയോ പ്രസവാനന്തരം അതിന്റെ കുട്ടി ആരുടെയും സഹായമില്ലാതെ തനിയെ എഴുന്നേറ്റ് പോയി മാതാവിന്റെ അകിടിലേക്ക് പാല് കുടിക്കാൻ വേണ്ടി അത് ഓടിയെത്തും. അതേസമയം നമ്മളൊക്കെ നമ്മളുടെ മാതാപിതാക്കൾ പ്രസവിച്ച് നമ്മൾ ചെറിയ കുഞ്ഞായി നാം ഇരിക്കുമ്പോൾ നമ്മളുടെ അവസ്ഥ എന്താ? എന്തിനും ഒരു സഹായം ആവശ്യം. പാല് കുടിക്കണമെങ്കിലും കിടക്കണമെങ്കിലും എന്തു വേണമെങ്കിലും നമുക്കാകെ അന്ന് കഴിയുന്ന ഒരു കഴിവുണ്ടായിരുന്നു, കരയുക എന്നത് മാത്രം. അതല്ലാത്ത ഒരവസ്ഥ നമുക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല. ആ അവസ്ഥയിൽ നിന്നാണ് പിന്നെ മെല്ലെ മെല്ലെ വളർന്ന് നമ്മൾ സാധാരണ പറയുന്ന ഒരു ശിശുവായി പിന്നെ ബാല്യത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. ബാല്യം എന്ന് പറയുമ്പോൾ നടക്കുന്നു, ഓടുന്നു, ചാടുന്നു, കുറച്ചൊക്കെ കാര്യങ്ങൾ സ്വയം ചെയ്യാനുള്ള പ്രാപ്തി കൈവരിക്കുന്നു. എന്നാലും ഒരാളുടെ താങ്ങും തണലും അല്ലെങ്കിൽ രണ്ടാളുടെ താങ്ങും തണലും ആവശ്യമാണ്. ഭക്ഷണം കഴിക്കണമെങ്കിൽ, വസ്ത്രം ധരിക്കണമെങ്കിൽ, പഠിക്കണമെങ്കിൽ, അതുപോലെ എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ ചെയ്യണമെങ്കിൽ ആ കാലത്തും മാതാപിതാക്കളുടെ ഒരു താങ്ങ് കൂടിയേ തീരും, അല്ലെങ്കിൽ അവരില്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കൗമാരത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. അപ്പൊ ഒന്നുകൂടി മെച്ചുവേർഡായി മാറുകയാണ്. അതിനുശേഷമാണ് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും ശക്തി, ആരോഗ്യപരമായും അതുപോലെ തന്നെ വൈകാരികമായും ശാരീരികമായും ഒക്കെ വലിയ ശക്തി പ്രാപിക്കുന്ന ഒരു പ്രായം. അതിനാണ് ശാബ് അല്ലെങ്കിൽ യുവത്വം എന്ന്, യൗവനം എന്ന് നമ്മൾ സാധാരണ പറയാറുള്ളത്. അതൊരു ശക്തിയുടെ കാലമാണ്. ഓജസ്സും തേജസ്സും ഉറ്റ, എന്തിനും ശേഷിയും ശേമുഷിയുമുള്ള, എന്തും കഴിഞ്ഞില്ലെങ്കിലും ഒന്ന് പറ്റുമോ എന്ന് നോക്കാൻ മാത്രം നമ്മളെ പ്രാപ്തമാക്കുന്ന ഒരു പ്രായം. അത് നമ്മൾ പിന്നിട്ട് കഴിഞ്ഞതിന് ശേഷം, അതാണ് ആ കുവ്വത്ത് എന്ന പ്രയോഗം. ആ കുവ്വത്ത് കഴിഞ്ഞതിന് ശേഷം വാർദ്ധക്യത്തിലേക്ക് എത്തിയോ? ഇല്ല.
എന്നാൽ യൗവനത്തിൽ തന്നെയാണോ? അല്ല. അങ്ങനെ ഒരു കാലഘട്ടമുണ്ട്. അതിനാണ് സാധാരണ നമ്മൾ മധ്യവയസ്കത എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ ആ പ്രായം ഒരു പക്വതയുടെ പ്രായമായി അതിനെ എടുത്തു കാണിക്കുന്നത് 40 വയസ്സായിട്ടാണ് ഖുർആൻ എടുത്തു പറയുന്നത്. എന്നീ കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇന്ന് 50 60 വയസ്സെന്ന് പറയുന്ന ഒന്നും ഒരു വാർദ്ധക്യമല്ല, അത് യൗവനമാണ് എന്ന് പറയുന്ന ഒരു ചിന്തയിലേക്കാണ് ലോകം മാറിക്കൊണ്ടിരിക്കുന്നത്. ആകട്ടെ, എന്തോ ആകട്ടെ. അപ്പൊ ഇങ്ങനെ ഒരു പ്രായം അത് കഴിഞ്ഞതിന് ശേഷം ഒന്നിനും പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറും. അതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ളഇഫൻ വശൈബ. ഈ ശക്തി അത് യൗവനമായിരുന്നാലും മധ്യവയസ്കതയായിരുന്നാലും അത് കഴിഞ്ഞതിന് ശേഷം എത്തിപ്പെടുന്ന ഒരവസ്ഥയാണ് വീണ്ടും ആ ബാല്യകാലത്തെ പോലെ അല്ലെങ്കിൽ ആ ശൈശവ ശിശുക്കളെ പോലെ അങ്ങോട്ട് മാറുന്ന ഒരവസ്ഥാവിശേഷത്തിലേക്ക് മാറും മനുഷ്യൻ എന്നാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ. അതോടൊപ്പം തന്നെ നരയ്ക്കുക കൂടി ചെയ്യും. ളഇഫൻ വശൈബ രണ്ടും കൂടി ഒരുമിച്ചാ പറഞ്ഞത്. നര ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മോശമാണെന്നാണ് നമ്മളൊക്കെ സാധാരണ കരുതാറുള്ളത്. അങ്ങനെയല്ല. നരയെ 2 രൂപത്തിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ നമുക്ക് സന്തോഷ വാർത്തയാണ്. എന്താ സന്തോഷ വാർത്ത? നിനക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ നീ ഇവിടെ ചെയ്തു, ഇനി നിനക്ക് മടങ്ങാനുള്ള സമയമായിരിക്കുന്നു, ഒരു മുന്നറിയിപ്പും കൂടിയാണ്. അപ്പൊ ഇങ്ങനെയാണ് അതിനെ നാം വിലയിരുത്തേണ്ടത്. അത് നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അത് ഞാൻ ആയിട്ടില്ല, ആകാനായിട്ടില്ല, എനിക്ക് നിത്യഹരിത യൗവനമാണ് എന്നൊക്കെ പറഞ്ഞു നോക്കാൻ കഴിയുമെന്നുള്ളതല്ലാതെ സ്വന്തം ഈ കഴുത്തിലേക്ക് നോക്കിയാൽ, സ്വന്തം തൊലിയിലേക്ക് നോക്കിയാൽ അത് കൃത്യമായി അറിയും, മനസ്സിലാവും. ആ ഒരവസ്ഥയിലേക്ക് അള്ളാഹു അങ്ങോട്ടാക്കും. ഖുർആനാണ് ഇത് പറയുന്നത്. ആ ഒരവസ്ഥയെ സംബന്ധിച്ച് ഖുർആൻ പറയുന്ന 2-3 വചനങ്ങളുടെ ദീർഘമായ വചനങ്ങളാണ്. അതിൽ ആ ഭാഗം മാത്രം ഞാൻ എടുക്കട്ടെ. തുമ്മ നുഹ്രിജുക്കും തിഫ്ല. ഗർഭാശയത്തിൽ ഒരു നിശ്ചിത സമയം അള്ളാഹു താമസിപ്പിച്ചതിന് ശേഷം പറയുന്നു, തുമ്മ നുഹ്രിജുക്കും തിഫ്ല, പിന്നെ കുഞ്ഞായിട്ട് നിങ്ങളെ പുറത്തു കൊണ്ടുവരും. സുമ്മലി തബലുഹു അശുദ്ധക്കും, പിന്നെ നിങ്ങൾ പ്രായപൂർത്തിയും തന്റെ ഇടവും ആർജിക്കുന്ന അവസ്ഥയെത്തും. അങ്ങനെയുള്ളതിൽ വമിങ്കും മയ്യുത്തവഫ, നിങ്ങളിൽ നേരത്തെ തന്നെ മരണപ്പെട്ടു പോകുന്നവരുണ്ടാകാം. വമിങ്കും മയ്യുറദ്ദു ഇലാ അർദലിൽ ഉമർ, അവശമായ പ്രായത്തിലേക്ക് മടക്കപ്പെടുന്നവരുണ്ടാകാം. ആ പ്രായത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് അറിവ്, ഒരുപാട് കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നതിന് ശേഷം ഒന്നും അറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മടങ്ങിപ്പോകുന്നു. അല്ലേ? വാർദ്ധക്യമെന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ ഖുർആന്റെ പ്രയോഗങ്ങളാണ് നാം മനസ്സിലാക്കേണ്ടത്. വേറൊരു സ്ഥലത്ത് അള്ളാഹു സൃഷ്ടിപ്പിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഏറ്റവും അവസാനം നൽകിയ ഓരോ അവസ്ഥയെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഇതൊക്കെ അള്ളാഹു ചെയ്തു തന്നു, പക്ഷേ വളരെ കുറച്ച് മാത്രമേ നന്ദി കാണിക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ ആ സൃഷ്ടിപ്പ്, അതിന്റെ രൂപം, അത് കളിമണ്ണ്, ബീജം, അതുപോലെ തന്നെ ഭ്രൂണം, മാംസപിണ്ഡം, അത് പിന്നെ ഒരു രൂപപ്പെടുത്തി അതൊരു നല്ല കോലത്തിൽ കുറ്റമറ്റ നിലയിൽ പുറത്തേക്ക് അള്ളാഹു കൊണ്ടുവന്നു, വളർത്തി വലുതാക്കി ഇവിടെ വളരാനും പിന്നെ ജീവിക്കാനും ഒക്കെ ഉള്ള സർവ്വ സാഹചര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി തന്നു. അങ്ങനെയൊക്കെ നമ്മുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചതിന് ശേഷം നമ്മുടെ ഈ 2ാം ബാല്യത്തെ കുറിച്ച്, 2ാം ശൈശവത്തെ കുറിച്ച് പറയുന്നതാണ് ഞാൻ ഇന്നൊരല്പം പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ വിശുദ്ധ ഖുർആന്റെ ആ വചനം വളരെ ചിന്തിക്കേണ്ടതാണ്. നമ്മളൊക്കെ സൂറത്ത് റൂമിലെ ആ വചനം ഒന്ന് ഓതുമ്പോൾ, കാണുമ്പോൾ ഒന്നും കൂടി നമ്മളിലേക്കൊന്ന് പോകണം, നമ്മളിലേക്കൊന്ന് തിരിച്ചു പോകാൻ നാം തയ്യാറാകണം. അതാണ് സൂചിപ്പിക്കാനുള്ളത്. അതാണ് വാർദ്ധക്യം എന്ന് പറയുന്നത്. മനുഷ്യന്റെ ജീവിതത്തിലെ 2ാമത്തെ ശൈശവമാണ്, അല്ലെങ്കിൽ 2ാമത്തെ ബാല്യമാണ്, അല്ലെങ്കിൽ 2ാമത്തെ തുഫൂലത്താണ് എന്ന് തിഫുല് എന്നുള്ള പ്രയോഗം വെച്ച് പറയുമ്പോൾ അങ്ങനെ നമുക്ക് പറയാൻ കഴിയും. പിന്നെ ആ നിലയിലുള്ള ഒരു സംഗതി വരുമ്പോൾ മനുഷ്യൻ അല്ലാഹു സൃഷ്ടിച്ചു, ഇങ്ങനെ ഈ രൂപത്തിലാക്കി. ഈ എവിടൊക്കെ ഈ വാർദ്ധക്യത്തെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ടോ, അല്ലെങ്കിൽ ഏറ്റവും അവശതയുള്ള ഒരു പ്രായത്തിലേക്ക് മടക്കപ്പെടും എന്ന് പറയുന്നുണ്ടോ, അവിടെ ഒക്കെ ഒരു പ്രയോഗം ശ്രദ്ധിച്ചോ നിങ്ങൾ. അറിഞ്ഞതിന് ശേഷം നമ്മൾ വളർന്നു, വിദ്യ നുകർന്നു, പല രൂപത്തിലുള്ള അറിവുകൾ നമ്മൾ നേടി, നമ്മുടെ കഴിവനുസരിച്ച് സമൂഹത്തിന്റെ സൃഷ്ടിപ്പിൽ നമ്മളുടെ പങ്ക് വിനിയോഗിച്ചു.
രാഷ്ട്ര നിർമ്മാണത്തിൽ നമ്മളുടെ പങ്ക് വിനിയോഗിച്ച് ഇതൊക്കെ ചെയ്യാവുന്നത് ചെയ്ത് ജനിച്ചു മുമ്പേ ജീവിച്ചു മുമ്പേ ചെയ്യേണ്ടതെല്ലാം ചെയ്ത് പിന്നെ അതിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് മടങ്ങുകയാണ്. ആ മടങ്ങുന്ന അവസ്ഥയെ കുറിച്ച് പറയുന്ന ഈ വാക്കിൽ ഇത് പല സ്ഥലങ്ങളിൽ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഒരു സ്ഥലത്തൊന്നുമല്ല. അപ്പൊ എന്തൊക്കെയാ നമുക്ക് നഷ്ടപ്പെടുക? ഓർമ്മശക്തി നഷ്ടപ്പെടും, ചിന്താശക്തി നഷ്ടപ്പെടും, കാഴ്ചശക്തി കുറഞ്ഞു വരും, കേൾവി ശക്തി കുറഞ്ഞു വരും, ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങും. മറ്റുള്ളവരുടെ ആ ചെറിയ പ്രായത്തിൽ ഒരു കുഞ്ഞായിരിക്കുമ്പോൾ മറ്റുള്ളവരുടെ സഹായം എത്ര ആവശ്യമായി വന്നിരുന്നുവോ അത്രയും ആവശ്യമായി വരുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ അങ്ങോട്ട് മാറുകയാണ്. പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇതൊക്കെയാണല്ലോ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ സംഭവിക്കുക. എന്നുവെച്ചാൽ കുഞ്ഞുങ്ങളെ പോലെ ആയിത്തീരുക എന്ന് ചുരുക്കത്തിൽ പറഞ്ഞാൽ അതാണ് ആ കാഴ്ചപ്പാട് ഖുർആൻ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ നോക്കുക, ചെറിയ കുഞ്ഞുങ്ങളുടെ, നമ്മളുടെ മക്കളാകട്ടെ നമ്മളുടെ പേരക്കിടാങ്ങളാകട്ടെ, ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ വികൃതികൾ കുസൃതികളായി നമ്മൾ കാണുകയും ആസ്വദിക്കുകയും അനുഭവിച്ചറിയുകയും സന്തോഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ നമ്മൾ ചെയ്യും. അതേസമയം ഒരാൾ വയസ്സായി വാർദ്ധക്യത്തിലെത്തി ആ വൃദ്ധന്മാരുടേതായ അങ്ങനെയുള്ള ഏതെങ്കിലും രൂപത്തിലുള്ള വികൃതികൾ കണ്ടാലോ അത് നമുക്ക് അസഹ്യമാണ്, അത് നമുക്ക് ശല്യമാണ്. ആ രൂപത്തിൽ നമ്മൾ തന്നെ മാറും. ഇത് മനുഷ്യ പ്രകൃതിയാണ്, അത് ആരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ആ നിലയിലേക്ക് നമ്മൾ അങ്ങോട്ട് മാറും. എന്നിട്ടോ കുഞ്ഞുങ്ങൾ വളർന്നാൽ നമുക്കൊരു പ്രതീക്ഷയുണ്ട്, ആ കുഞ്ഞുങ്ങൾ താങ്ങും തണലുമായി നാളെ നമുക്ക് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ. വാർദ്ധക്യത്തിൽ എത്തിയിട്ട് കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തിലേക്ക് മാറിയവരെ സംബന്ധിച്ചിടത്തോളം അവരെ കുറിച്ചുള്ള ചിന്ത, ഓർമ്മ പലപ്പോഴും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ വരുന്ന ആലോചന എന്താ? ഇത് കഴിഞ്ഞു പോകാനുള്ളവരാണ്, ഇനി അധികകാലമൊന്നും ഉണ്ടാവൂല, കഴിഞ്ഞു കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കുക പോലും ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ് എത്തുക. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, എനിക്കൊരു ഉമ്മയുണ്ട്. ഇന്നലീ ഉമ്മൻ ബലഗ മിൻഹൽ കിബർ, എന്റെ ഉമ്മ വാർദ്ധക്യത്തിലെത്തി. അന്നഹാ ലാ തഖ്ദി ഹാജതഹാ ഇല്ലാ വലഹ്ജി ലഹാ മതിയ്യ, എന്റെ മുതുകത്ത് ഇരുത്തിക്കൊണ്ടല്ലാതെ അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ കഴിയില്ല, അത്രമാത്രം വിഷമിക്കുന്നുണ്ട് എന്റെ ഉമ്മ. അങ്ങനെ ഒരു ഉമ്മ എനിക്കുണ്ട്. ഞാൻ ആ തോളത്തിരുത്തിക്കൊണ്ട് എന്റെ മുതുകത്തിരുത്തിക്കൊണ്ട് ഉമ്മക്ക് എന്തൊക്കെയാണോ ആവശ്യം അതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഫഹൽ അദ്ദൈതു ഹഖ്ഖഹ, ആ ഉമ്മയോടുള്ള എന്റെ ഹക്ക്, എന്റെ ബാധ്യത, എന്റെ ഉത്തരവാദിത്വം ഞാൻ നിറവേറ്റുമോ ഇതിലൂടെ എന്ന് ചോദിച്ചപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വളരെ ചിന്തനീയമായ ഒരു മറുപടി ഉണ്ട്. എന്താണ് ആ മറുപടി എന്നറിയോ? ലാ, ഇല്ല. ലിഅന്നഹാ കാനത് തസ്നഉ ബിക ദാലിക വഹിയ തതമന്നാ ബഖാഉക്, നിന്റെ ഉമ്മ നിന്നെ അതുപോലെ തോളത്തിരുത്തി നിന്റെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന് നിന്നെ താലോലിച്ച് പ്രയാസപ്പെട്ട് നിന്നെ വളർത്തിയപ്പോൾ നിന്റെ ഉമ്മയുടെ മനസ്സിൽ ഒരു പ്രതീക്ഷയുണ്ട്. എന്താണ് ആ പ്രതീക്ഷ? നീ എന്നെന്നും എന്റെ ഒപ്പം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ. അതുകൊണ്ടാണ് നീ അങ്ങനെ ചെയ്തത്, അന്ന് ഉമ്മ അങ്ങനെ ചെയ്തത്. അതുകൊണ്ടാ നീ ഇപ്പോൾ ഈ ചെയ്തു എന്ന് പറയുന്നത്, ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരിക്കലും ജീവിച്ചിരിക്കും, എനിക്ക് അത്താണിയാവും എന്ന പ്രതീക്ഷയിലല്ല, അത് വേർപിരിഞ്ഞു പോകും, മരിച്ചു വേർപിരിഞ്ഞു പോകും എന്ന പ്രതീക്ഷയിലാണ് നീ അത് ചെയ്യുന്നത്. അതുകൊണ്ട് നീ ബാധ്യത നിറവേറ്റിയെന്നൊന്നും അവകാശപ്പെടാൻ കഴിയില്ല എന്ന് ആ മകനോട്, ഉമ്മയെ അത്രമാത്രം സ്നേഹിച്ച, ഉമ്മയ്ക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്ത ആ മകനോട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. അത്രമാത്രം സ്നേഹിച്ച് കൂട്ടിച്ചേർത്ത് പിടിച്ചിട്ട് പോലും പറഞ്ഞ മറുപടി നമ്മളൊക്കെയോ എന്നേ ഞാൻ ചോദിക്കുന്നുള്ളൂ, വിശദീകരിക്കുന്നില്ല. അപ്പൊ അത്രമാത്രം കടമകളുണ്ട്, കടപ്പാടുണ്ട് എന്ന് നാം തിരിച്ചറിയുക. അതുപോലെ തന്നെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരാൾ വന്നിട്ട് ചോദിച്ചു, പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ മൈലുകളോളം എന്റെ ഉമ്മയെ ഞാൻ തോളത്ത് വെച്ച് നടന്നു. എങ്ങനെ? നല്ല സുന്ദരമായ റോഡിലൂടെയല്ല, മറിച്ചെന്താണ്? വിജനമായ മരുഭൂമിയിലൂടെ, ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ. ആ മരുഭൂമി ചുട്ടുപൊള്ളുന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ? ഒരു കഷ്ണം മാംസം ആ മരുഭൂമിയിലേനും പുറത്തേക്ക് അങ്ങോട്ട് വെച്ചു കൊടുത്ത അപ്പ തന്നെ ചുട്ടെടുത്ത് തിന്നാം, അത്രമാത്രം ചൂടുള്ള മരുഭൂമി. ആലോചിച്ച് നോക്ക്.
അങ്ങോട്ട് വെച്ചാൽ ചുട്ടിങ്ങോട്ട് എടുക്കുക. ആ നിലയിലുള്ള പാകപ്പെടുത്തി തിന്നാവുന്ന നിലയിൽ കിട്ടുന്ന ഒരവസ്ഥയിലുള്ള ഒരു മരുഭൂമി. ആ മരുഭൂമിയിലൂടെയാണ് എൻ്റെ ഉമ്മയുടെ കാലിനൊന്നും സംഭവിക്കരുത് എന്ന് വിചാരിച്ച് ഞാൻ ഉമ്മയെ എൻ്റെ തോളത്തിട്ടുകൊണ്ട് ഞാൻ നടന്നത്. എന്നിട്ട് അദ്ദേഹം ചോദിച്ചെന്താന്നറിയോ റസൂലിനോട്, അള്ളാഹുവിന്റെ റസൂലെ, എൻ്റെ ഉമ്മയോടുള്ള ബാധ്യത ഞാൻ നിറവേറ്റിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി ഒരു സാന്ത്വനത്തിന്റെ മറുപടിയാണ് റസൂല് പറഞ്ഞത്. എന്താണെന്നറിയോ? നിന്റെ ഉമ്മ നിന്നെ പ്രസവിക്കുമ്പോൾ അനുഭവിച്ച ഒരുപാട് വേദനകളുണ്ട്. ആ വേദനകളിൽ നിന്ന് ഒരു വേദനയ്ക്ക് പരിഹാരമായി എന്ന് വേണമെങ്കിൽ പറയാം എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എത്ര ഉണ്ട് പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവൻ കൊടുത്താൽ പകരമാകുമോ നമ്മുടെ ഉമ്മക്കും ബാപ്പയും നമുക്ക് ചെയ്തു തന്ന അധ്വാനത്തിന്റെയും പ്രയാസത്തിന്റെയും പ്രതിഫലമായി ജീവൻ കൊടുത്താൽ പകരമാകുമോ? ആ ഒരു അവസ്ഥയിൽ പറയുമ്പോൾ അപ്പൊ മാതാപിതാക്കളെ വാർദ്ധക്യത്തിലെത്തുമ്പോൾ സംരക്ഷിക്കാതിരിക്കുകയും നടതള്ളുകയും പുറത്താക്കുകയും വല്ല വൃദ്ധസദനം തേടിപ്പോവുകയൊക്കെ ചെയ്യുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് മാത്രം ചിന്തിച്ചാൽ മതി. നമ്മുടെ സാധാരണ ചില ആരോരുമില്ലാത്ത ആൾക്കാരെ സംരക്ഷിക്കാനുള്ള വൃദ്ധസദനങ്ങളും സംവിധാനങ്ങളും ആവശ്യമാണ്, വേണ്ട എന്നല്ല പറയുന്നത്. പക്ഷേ എല്ലാവരുമുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. തന്റെ സുഖ സൗകര്യത്തിന് ഹാനികരമാകുന്നു എൻ്റെ ഉമ്മയും ബാപ്പയും എൻ്റെ അച്ഛനും അമ്മയും എന്ന് തോന്നുമ്പോൾ കൊണ്ടുപോയി ഇട്ടുകൊടുത്തിട്ട് എത്ര ലക്ഷങ്ങൾ കൊടുത്താലും മതിയാകുമോ പ്രിയമുള്ളവരെ? അതാവൂല. ആകാതിരിക്കണമെങ്കിൽ, ആ ബോധം വേണമെങ്കിൽ ഇത്തരം ചിന്ത, എൻ്റെ ഉമ്മയും ഉപ്പയും അവര് വാർദ്ധക്യത്തിലെത്തിയാൽ അവരോട് എനിക്ക് ബാധ്യതയുണ്ട്, എൻ്റെ ചെറുപ്പത്തിൽ എന്നെ വളർത്തിയതിന് തുല്യമായ ഒരു ആദരവും അംഗീകാരവും ഞാൻ തിരിച്ചു നൽകണം എന്ന ബോധം ഉണ്ടാകുന്ന മനസ്സ് വേണം. ആ മനസ്സുള്ള ഇടങ്ങളിൽ വൃദ്ധസദനങ്ങൾ കുറയും. അതാണല്ലോ കണക്കുകൾ നമ്മുടെ മുമ്പിൽ പറയുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങളുള്ള ജില്ല കോട്ടയം ജില്ലയാണ്. ഏറ്റവും കുറവ് വൃദ്ധസദനങ്ങളുള്ള, എന്നാൽ മുസ്ലിമീങ്ങൾ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന ജില്ല മലപ്പുറമാണ്. കണക്കുകളാണ് ഈ പറയുന്നത്. എന്തേ അവിടെ അങ്ങനെ കുറയാൻ കാരണം? ഈ ബോധം ഉള്ളത് കൊണ്ടാണ്. നടതള്ളല് കുറവാ. വളരെ അപൂർവമായി സംഭവങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയുമെന്ന് മാത്രമേ ഉള്ളൂ. മറ്റുള്ളിടത്ത് അങ്ങനെയൊന്നുമല്ല. ഇതാണ് അതിന്റെ അവസ്ഥ എന്ന് തിരിച്ചറിയുക. അപ്പൊ അതുകൊണ്ട് അത് തന്നെയുമല്ല, ഇനി ഒരു സംഭവം നിങ്ങൾ കേട്ടോളി. മഹാനായ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു കഅബയുടെ പരിസരത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ കാണാം ഒരു മനുഷ്യൻ തന്റെ വാർദ്ധക്യത്തിലെത്തിയ മാതാവിനെ തോളത്ത് വെച്ചുകൊണ്ട് കഅബ തവാഫ് ചെയ്യുന്നത്. ആരാ കാണുന്നത്? അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു. പണ്ടൊക്കെ അങ്ങനെയാണ്, നടക്കാൻ വയ്യാത്തവരെ തോളത്ത് വെച്ചുകൊണ്ട് തവാഫ് ചെയ്യല. പിന്നത് മാറിയിട്ട് ഒരു കട്ടില് പോലത്തെ സാധനം വന്നു, തലയിൽ വെച്ച് ചുമന്ന് തവാഫ് ചെയ്യുന്ന രൂപം വന്നു. പിന്നെ അതിനുശേഷം മുന്തിക്കൊണ്ട് നടക്കുന്ന വീൽ ചെയർ വന്നു. അതിനുശേഷം ഇപ്പൊ വെറുതെ ഇങ്ങനെ ഒന്ന് സ്വിച്ച് അമർത്തിയാൽ എവിടെയാ പോകേണ്ടതെന്ന് വെച്ചാൽ ആ രൂപത്തിലുള്ള സംവിധാനം ഇന്നുണ്ട്. അന്ന് അങ്ങനെ ഇല്ല. അപ്പൊ ഉമ്മയെ തോളത്തേറ്റിക്കൊണ്ട് കഅബ തവാഫ് ചെയ്യുന്നത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കാണുന്നത് ഈ മനുഷ്യൻ കാണുകയാണ്. അങ്ങനെ തവാഫൊക്കെ കഴിഞ്ഞ് ഉമ്മയെ നിലത്തൊക്കെ നിർത്തി ഒരു സ്വസ്ഥമായ ഒരു സ്ഥലത്ത് വെച്ചതിന് ശേഷം, ഇരുത്തിയതിന് ശേഷം മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, അല്ല ഇബ്നു ഉമറെ, അങ്ങ് കണ്ടില്ലേ ഞാൻ ചെയ്തത്? ചോദ്യം അതാ, അങ്ങ് കണ്ടില്ലേ ഞാൻ ചെയ്തത്? ആ ചെയ്തത് എന്റെ മാതാവിനോട് ഞാൻ വീട്ടെന്റെ കടമയ്ക്ക് പകരമാകുമോ ആ ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. ആ സന്ദർഭത്തിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി ഉണ്ട്, ഇല്ല, വലൗ മിൻ സഫറത്തിൻ വാഹിദ, നിന്റെ ഉമ്മ നിനക്ക് വേണ്ടി വിട്ടിട്ടുള്ള എത്രയോ ശ്വാസോച്ഛ്വാസമുണ്ട്, എത്രയോ നെടുവീർപ്പുകളുണ്ട്. നിന്റെ ഉമ്മ നിനക്ക് വേണ്ടി വിട്ടുകളഞ്ഞിട്ടുള്ള എത്രയോ നെടുവീർപ്പുകളും ഇട്ടിട്ടുണ്ടാകും. ആ ഒരു നെടുവീർപ്പിന് പോലും പകരമായില്ല പൊന്നാര മനുഷ്യ എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയുന്നു. എന്ന് പറഞ്ഞാൽ അത്രമാത്രം നെടുവീർപ്പുകൾ നമ്മളുടെ ഉമ്മ നമുക്ക് വേണ്ടി ഇട്ടിട്ടുണ്ട്. സംശയമുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ആ ഓരോ നെടുവീർപ്പിലും പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു ഉമ്മയുടെ മനസ്സിൽ നിന്ന്. തട്ടിക്കളയാൻ വയ്യാത്ത പ്രാർത്ഥന. പ്രിയമുള്ളവരെ, ആ ഉമ്മയുടെ നിശ്വാസത്തോടെ നെടുവീർപ്പിനോട് കൂടിയുള്ള പ്രാർത്ഥനയുടെ പരിണിത ഫലമായിരിക്കും ഞാനും നിങ്ങളും ഒക്കെ ഇപ്പൊ എത്തി നിൽക്കുന്ന ഉന്നതമായ പദവികൾ. മറന്നു പോകരുത്.
മറന്നു പോകരുത് ഒരിക്കലും നമ്മളത്. അങ്ങനൊക്കെ ഒന്ന് ചിന്തിക്കുക. അപ്പൊ നമ്മൾ അറിയാതെ നമ്മളുടെ വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളെ നമ്മൾ ചേർത്ത് പിടിക്കും. നമ്മുടെ മാതാപിതാക്കൾ വാർദ്ധക്യത്തിലെത്തിയാൽ എന്ത് ചെയ്യണം എന്നുള്ളത് കൃത്യമായി പഠിച്ചവരാണ് നമ്മളൊക്കെ. വിശുദ്ധ ഖുർആൻ പറയുന്ന വചനം നമുക്കറിയാം. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഖ്ഫിദ് ലഹുമാ ജനാഹൽ ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ഇതല്ലേ ഖുർആൻ പറഞ്ഞത്? എപ്പോഴാ പറഞ്ഞത്? വാർദ്ധക്യത്തിലെത്തുമ്പോൾ ഒന്നിനും പറ്റാത്ത, മറ്റുള്ളവരുടെ ഒരു തലോടലിന് വേണ്ടി കാത്തിരിക്കുന്ന, ആരെങ്കിലും വന്നെന്റെ കൈ ഒന്ന് പിടിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന, ആരെങ്കിലും എന്റെ അടുക്കൽ വന്നൊരിറ്റ് വെള്ളം എന്റെ വായിലേക്ക് ഒഴിച്ചു തന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന, ഒരാളിന്റെ സാന്നിധ്യം കാത്തിരിക്കുന്ന, കാത്തു കിടക്കുന്ന, കയ്യനക്കാൻ വയ്യ, കാലനക്കാൻ വയ്യ, എഴുന്നേൽക്കാൻ വയ്യ, ആ ഒരു സന്ദർഭത്തിൽ മറ്റുള്ളവരുടെ സഹായത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന അവസ്ഥയ്ക്കാണ് ഈ അർദലുൽ ഉമർ എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ച കൂട്ടത്തിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉറദ്ദ ഇലാ അർദലിൽ ഉമർ, ഒന്നിനും വയ്യാത്ത നിസ്സഹായതയുടെ അവസ്ഥയിലേക്ക് പോകുന്ന, ആ ദൗർബല്യത്തിന്റെ സ്ഥിതിയിലേക്ക് മടക്കപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു. അത്ര ഗൗരവമുള്ള ഒരു അവസ്ഥയാണ്. അത് ആരും ഉണ്ടാവില്ല തിരിഞ്ഞു നോക്കാൻ. അങ്ങനെ ആയി പോകുന്നു പലതും. അപ്പൊ വാർദ്ധക്യത്തിൽ എത്തിയാൽ രണ്ടാളുമോ അല്ലെങ്കിൽ രണ്ടിൽ ഏതെങ്കിലും ഒരാളുമോ ആണ് അവരോട് വെറുപ്പുളവാക്കുന്ന ഒരു വാക്ക് പോലും പറയരുത്. ചിന്തിക്കേണ്ട സ്ഥാനങ്ങളാണ്. ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. വലാ തഖുൽ ലഹുമാ ഉഫിൻ, വെറുപ്പുളവാക്കുന്ന, ഛേ എന്താ ഈ ചെയ്തത് ഉമ്മ, എന്താ ഈ ചെയ്തത് വാപ്പ എന്ന് ചോദിക്കുന്ന ഒരു വാക്ക് പോലും വരരുത്. എന്നിട്ടല്ലേ ചവിട്ടി തള്ളല്, എന്നിട്ടല്ലേ പുറത്താക്കല്, എന്നിട്ടല്ലേ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയാക്കല്. ചിന്തിക്കാൻ പോലും കഴിയില്ല. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. പിന്നെന്ത് വേണം? വഖ്ഫിദ് ലഹുമാ ജനാഹൽ ദുല്ലി മിനർ റഹ്മ, അങ്ങോട്ട് താഴ്ത്തി കൊടുക്കണം വിനയത്തിന്റെ ചിറകുകൾ. എത്ര വിനയാന്വിതരായിട്ട് പെരുമാറാമോ അത്രയും. ആ വാർദ്ധക്യത്തിൽ പോലും എന്റെ ഉമ്മയാണ്, എന്റെ ഉപ്പയാണ്, എനിക്ക് ജന്മം നൽകിയ ആളാണ്, ചോര നീരാക്കിയ ആളാണ്, എനിക്ക് വേണ്ടി ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്, എന്റെ ഉമ്മ എനിക്ക് വേണ്ടി ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്, ഉറക്കമൊഴിച്ചിട്ടുണ്ട്. ഞാൻ ഉറങ്ങാൻ വേണ്ടി എന്റെ ഉമ്മ ഉറക്കം ഒഴിച്ചിട്ടുണ്ട്. എന്റെ രോഗം മാറാൻ വേണ്ടി എന്റെ ഉമ്മ കാത്തിരുന്നിട്ടുണ്ട്. എന്റെ വയറ് നിറയ്ക്കാൻ വേണ്ടി എന്റെ ഉമ്മ പട്ടിണി കിടന്നിട്ടുണ്ട്. ആലോചിക്ക് പ്രിയമുള്ളവരെ, 1 by 1 ആയിട്ട് ഇങ്ങനെ ചെയ്തിട്ടില്ല. ഇതൊക്കെ കൊണ്ടല്ലേ നമ്മൾക്ക് പിന്നെ നെഞ്ചു നിവർത്തി ഇങ്ങനെ നടക്കണം. എന്നിട്ട് അവരോടുള്ള ബാധ്യത നിറവേറ്റാൻ നമുക്ക് സന്മനസ് വരുന്നില്ലെങ്കിൽ നമ്മൾക്കൊക്കെ വിശ്വാസമുണ്ട് എന്ന് ആവശ്യപ്പെടാൻ കഴിയും. എന്നിട്ട് പ്രാർത്ഥിക്കാനാ പറഞ്ഞത്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, എന്റെ ചെറുപ്പത്തിൽ എന്നെ വളർത്തുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടും പ്രയാസവും എന്റെ ഉമ്മയും ഉപ്പയും സഹിച്ചിട്ടുണ്ടോ അതിന് തുല്യമായ കാരുണ്യം എന്റെ ഉമ്മക്കും ബാപ്പക്കും കൊടുക്കണേ എന്നുള്ള ആ പ്രാർത്ഥന അവർ ജീവിച്ചിരുന്ന് വാർദ്ധക്യമായി ജീവിച്ചിരുന്നാലും ശരി, മരണപ്പെട്ടു കഴിഞ്ഞാലും ശരി, ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാത്ത ഒരു മകൻ, ഒരു മകൾ എന്തിനാണ് മകനെന്നും പറഞ്ഞ് നടക്കുന്നത് എന്നുള്ള നമ്മൾ ചിന്തിക്കണം, ആലോചിക്കണം. അത്രയേറെ ബാധ്യതയും കടപ്പാടുമുണ്ട് എന്ന് തിരിച്ചറിയുക. ഇതാണ് സ്വന്തം മാതാപിതാക്കൾ വാർദ്ധക്യത്തിലെത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് അവരോട് മാത്രമല്ല, വയോജനങ്ങളായ ഒരുപാട് ആളുകൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകും, ഉണ്ടല്ലോ. അവരോടെല്ലാമുള്ള കടമയും കടപ്പാടും കൃത്യമായി പഠിപ്പിച്ചു തരുന്നുണ്ട് പരിശുദ്ധ ഇസ്ലാം. ജീവിതത്തിന്റെ സായാഹ്നത്തിലേക്ക് വരുന്ന വയോജനങ്ങളായ ആളുകൾക്ക് താങ്ങും തണലുമാകാൻ കഴിയണം. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒരു കൈസഹായം കൊണ്ടും. ഇപ്പൊ കഴിഞ്ഞ ഒക്ടോബർ 1-ാം തീയതി വയോജന ദിനം കഴിഞ്ഞു. എന്തിനാണ് ഒരു വയോജന ദിനം അന്താരാഷ്ട്ര ലെവലിൽ നടത്തുന്നത്? ഓർമ്മിപ്പിക്കാൻ. വൃദ്ധന്മാരുണ്ട്, ഒരുപാടുണ്ട്.
ലക്ഷക്കണക്കിനുണ്ട്. കണക്കുകളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അവരോട് നമ്മൾ നല്ല നിലയിൽ പെരുമാറണം, അവരെ നോക്കണം, അവർക്ക് താങ്ങും തണലുമായി നിൽക്കണം എന്ന് ഉണർത്താൻ വേണ്ടിയിട്ടാ. പക്ഷേ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒക്ടോബർ 1 കാത്തിരിക്കേണ്ടവനല്ല. അവൻ എല്ലാ ദിവസവും ഒക്ടോബർ 1 വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, വൃദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം എന്ന് നാം തിരിച്ചറിയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന മിൻ ഇജ്ലാലില്ലാഹി ഇക്റാമു ദിശൈബത്തിൽ മുസ്ലിം. അള്ളാഹുവിനോടുള്ള അള്ളാഹുവിന്റെ ഔന്നത്യത്തെ അംഗീകരിക്കുന്നതിൽ പെട്ടതാണ് എന്ത്? ഇക്റാമു ദിശൈബത്തിൽ മുസ്ലിം. നരബാധിച്ച വാർദ്ധക്യത്തിലെത്തിയ ഒരു മുസ്ലിമിനെ ആദരിക്കുക, റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിനോടുള്ള അവന്റെ ഔന്നത്യത്തെ അംഗീകരിക്കുന്ന സ്വഭാവത്തിൽ പെട്ടതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി ഒരു വയസ്സനായ മനുഷ്യൻ സദസ്സിലേക്ക് കടന്നു. സഹാബത്തൊക്കെ കൂടി ഇങ്ങനെ ഇരിക്കുന്ന സദസ്സ. ആ സദസ്സിലേക്ക് ഇങ്ങനെ കടന്നു വരുമ്പോൾ അവിടെ ഇരുന്ന ആളുകൾ ആ വയസ്സായ മനുഷ്യന് വേണ്ടി സ്ഥലം സൗകര്യം ചെയ്തു കൊടുത്തില്ല. ആ സദസ്സൊന്ന് വിശാലമാക്കി, നിങ്ങളെ പോലെ ഇങ്ങനെ ഒരുപാട് കസേരകൾ ഇട്ടിരിക്കുന്ന സദസ്സല്ലല്ലോ റസൂലിന്റെ സദസ്സ്. ഇങ്ങനെ നിലത്തിരിക്കുന്നതാണ്, റൗണ്ടായിട്ടായിരിക്കും അതെയോ ഇരിക്കുക. അപ്പൊ അങ്ങനെ ഒരു വയസ്സൻ കടന്നു വന്നപ്പോൾ മറ്റുള്ളവർ അത് ശ്രദ്ധിക്കാതെ അദ്ദേഹത്തോട് കാണിച്ച സ്വഭാവം കണ്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ഒട്ടും ഒന്ന് വൈകിപ്പോയി. വേണ്ട സ്ഥലം ഒരുക്കി കൊടുക്കുക, അല്ലാതെ ഒരു ധിക്കാരത്തോടു കൂടി അദ്ദേഹത്തെ അവഗണിച്ചതല്ല നമ്മളൊക്കെ ചെയ്യുന്ന മാതിരി. ഹദീസിന്റെ ശൈലി എന്ന അദ്ദേഹത്തിന് വേണ്ട സൗകര്യം ഒരുക്കി കൊടുക്കാൻ വേണ്ടി ഒന്ന് വൈകിപ്പോയി എന്നാ പറഞ്ഞത്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലൈസ മിന്നാ മൻ ലം യർഹം സഗീറനാ വലം യുവഖിർ കബീറനാ. ചെറിയവരോട് കരുണ കാണിക്കാത്തവനും വലിയവനെ ആദരിക്കാത്തവനും റെസ്പെക്ട് ചെയ്യാത്തവനും നമ്മിൽപ്പെട്ടവനല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രംഗം അത്. ഇത് സാധാരണ നമ്മൾ കേൾക്കാറുള്ള ഒരു ഹദീസാണ്. ഇതിന്റെ ആശയം ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കുന്ന രംഗം ഇതാണ്. അതാണ് രംഗം. റസൂലും സഹാബത്തും ഇരിക്കുന്ന സദസ്സിലേക്ക് ഒരു വയസ്സൻ കടന്നു വന്നപ്പോൾ ഒന്ന് സൗകര്യം ചെയ്തു കൊടുക്കാൻ ഒരു അല്പം വൈകിപ്പോയി എന്നുള്ളതാ. നമ്മളൊക്കെ ഇരിക്കുന്ന സദസ്സിലേക്ക് പ്രിയമുള്ളവരെ, നമ്മൾ തീർച്ചയായും നമ്മളെക്കാൾ പ്രായമുള്ള ഒരാൾ കടന്നു വരുമ്പോൾ ഇരിക്കുന്ന സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മര്യാദ. എത്ര പേര് ചെയ്യാറുണ്ട്? നമ്മുടെ വാഹനങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും ബോർഡ്, പ്രായം വാർദ്ധക്യത്തിലെത്തിയ ആൾക്കാർക്ക്, അതുപോലെ തന്നെ അംഗവൈകല്യം സംഭവിച്ച ആൾക്കാർക്ക്, സ്ത്രീകൾക്ക്, ഗർഭിണികൾക്ക് എന്നൊക്കെ പറഞ്ഞ് എത്രയോ കുട്ടികളുമായി വരുന്ന ഇതൊക്കെ എഴുതി വെക്കാറുണ്ട്. അവിടെ കയറിയിരിക്കുന്ന ആരാ? പ്രായം കൂടുതലുള്ള ആളുകളുടെ സീറ്റിൽ ഇരിക്കുന്ന ഏറ്റവും നല്ല ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയായിരിക്കും കയറിയിരിക്കുക. വന്നാൽ മൈൻഡ് പോലും ചെയ്യൂല. ഇതൊക്കെ ഉള്ള സമൂഹത്തിൽ കാണുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. എവിടെയായിരുന്നാലും ശരി, അവിടൊക്കെ നമ്മളൊരു മുസ്ലിമാണ്, ഞാനൊരു വിശ്വാസിയാണ്. എനിക്കിങ്ങനെ എല്ലാവരും, എനിക്ക് നിസ്കാരവും നോമ്പും മാത്രമൊന്നും അല്ല മതം. മതം എന്ന് പറഞ്ഞാൽ വിശാലമായ കാഴ്ചപ്പാടുള്ളതാ. അവിടൊക്കെ എന്റെ ഉത്തരവാദിത്വം ഞാൻ വീട്ടേണ്ടതുണ്ട് എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാകണം എന്നാണ് ഈ പറഞ്ഞതിന്റെ സാരം. അപ്പം നമ്മളുടെ ജീവിത പ്രയാണം ഇങ്ങനെ നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെയുള്ള ഘട്ടങ്ങളൊക്കെ നമ്മൾ തരണം ചെയ്യേണ്ടി വരും. അപ്പോഴൊക്കെ ഒന്നിനും വയ്യാത്ത ഒരവസ്ഥയിലേക്ക് നാം തിരിച്ചെത്തുമ്പോൾ വയോജനങ്ങളായ, അത് മാതാപിതാക്കളായിരുന്നാലും ശരി അല്ലാത്തവരായിരുന്നാലും ശരി, അവരോടൊക്കെ പാലിക്കേണ്ട മര്യാദകൾ വളരെ ഗൗരവമുള്ളതാണ് എന്ന് വിശുദ്ധ ഖുർആനിലെ വചനങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ ഹദീസും ഈ സംഭവങ്ങളും ഒക്കെ പഠിപ്പിച്ചിരുന്നതാണ്. അത്തരം കാര്യങ്ങൾ പോലും ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്ത് ജാഗ്രത പാലിക്കുന്ന വിശ്വാസികളും വിശ്വാസിനികളുമായി തീരാൻ, അതിലൂടെ നേടാവുന്ന പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ ഞാനും നിങ്ങളെ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വയോജനങ്ങളോടുള്ള മൃദുല സമീപനവും അവരെ ചേർത്ത് പിടിക്കേണ്ട ആവശ്യകതയും ബോധ്യപ്പെടുത്തുന്ന ഒരുപാട് മാതൃകകൾ ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. ഈ പറഞ്ഞതിനോട് ആഡ് ചെയ്തുകൊണ്ട് ഒന്ന് രണ്ട് സംഭവങ്ങൾ കൂടി പറയട്ടെ. മൂസാ നബിയുടെ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മദീനയിൽ എത്തിപ്പെട്ടപ്പോൾ ഒരു തിരക്കും കുറെ ആടുകളും മനുഷ്യരും രണ്ട് പെൺകുട്ടികൾ മാറി നിൽക്കുന്നതുമായ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ അതിലേക്ക് പോവുകയല്ല. അപ്പൊ മൂസാ നബി അടുത്ത് എന്ന സ്ത്രീകളോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ഇങ്ങനെ ദൂരെ മാറി നിൽക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്.
അപ്പൊ അവരുടെ മറുപടി ഖുർആൻ പറഞ്ഞ മറുപടി തന്നെയാണ്. അവിടെ ആ തിരക്കൊഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ആടുകളെക്ക് വെള്ളം കൊടുത്തിട്ടേ പോകാൻ പറ്റുള്ളൂ, ഞങ്ങൾക്ക് വേറെ ആരുമില്ല. ഒരു വാക്ക് ആ സ്ത്രീകൾ പറഞ്ഞു, അബൂന ശൈഖുൻ കബീർ, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ വാപ്പയുണ്ട്, പക്ഷെ ആ വാപ്പ വയോവൃദ്ധനാണ്. ആ വാക്കാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ആ ആടുകൾക്ക് വെള്ളം കൊടുപ്പിക്കാനും നേരത്തെ ആ കുട്ടികളെ പറഞ്ഞയക്കാനും പ്രേരിപ്പിച്ചത് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. അല്ലാതെ വേറൊന്നുമല്ല. പക്ഷേ ആ സംഭവം വലിയൊരു വഴിത്തിരിവായി മാറി എന്നുള്ള തുടർന്നുള്ള ചരിത്രം നമുക്കറിയാം. മക്ക വിജയ ദിവസം, ഇത് സൂറത്തുൽ ഖസസിലെ 22, 23, 24 വചനങ്ങൾ നോക്കി ഈ ചരിത്രം നമുക്കറിയാം, മൂസാ നബിയുടെ ചരിത്രം. മക്ക വിജയ ദിവസം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ്, പേര് അബൂ ഖുഹാഫ, അന്നാണ് അദ്ദേഹം മുസ്ലിം ആയത്. അതുവരെ മുസ്ലിം ആയിരുന്നില്ല. അപ്പൊ മുസ്ലിം ആകാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വരികയാണ്. അബൂബക്കർ സിദ്ദീഖ് കയ്യിൽ പിടിച്ചു കൊണ്ടുവരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലെത്തി. ആ സന്ദർഭത്തിൽ വൃദ്ധനും നരബാധിതനുമായ അബൂ ഖുഹാഫയെ കണ്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖിനോട് പറഞ്ഞു, ലൗ അഖറർത ശൈഖ ഫീ ബൈതിഹി ലഅതൈനാഹു, ഈ വയസ്സായ മനുഷ്യനെ നീ നിന്റെ വീട്ടിൽ നിർത്തിയിരുന്നുവെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നുവല്ലോ എന്ന് നോക്ക് നിങ്ങൾ. ആരാണിത് പറഞ്ഞത്? കാരുണ്യത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ ഈ വയസ്സിനെ ബുദ്ധിമുട്ടിച്ചിങ്ങോട്ട് കൊണ്ടു, ഞാൻ അങ്ങോട്ട് വരുമല്ലോ. ഇത് റസൂല് പറഞ്ഞ വാക്കാ. നമുക്ക് അത്ര താഴാൻ പറ്റുമോ? ഏതെങ്കിലും വയസ്സന്മാരായ ആളുണ്ടെങ്കിൽ അയാൾ ഇങ്ങോട്ട് കൊണ്ടുപോയി എന്റെ മുമ്പിൽ വരട്ടെ, എന്നിട്ട് ഞാൻ നോക്കാം എന്ന് പറയുന്ന മാനസികാവസ്ഥയിലാണ് ഞാനും നിങ്ങളും. ഇത് റസൂലാ പറഞ്ഞത്. ആ വയസ്സായ മനുഷ്യനെ എന്തിനാ ബുദ്ധിമുട്ടിച്ച് എന്റെ അടുക്കലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇതാണ് റസൂലും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. രണ്ടാമത്തെ സംഭവം. മൂന്നാമത്തത്, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം. അദ്ദേഹം ഒരു വയസ്സനായ ഒരു മനുഷ്യനെ കണ്ടു. അയാൾ ജൂതനാണ്, യാചിച്ച് നടക്കുകയാണ് പല പള്ളികളുടെ മുന്നിലും. ഇത് കാണുകയാണ് അദ്ദേഹം. ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു റിമ്മി എന്ന് പറഞ്ഞാല്, റിമ്മി എന്ന വാക്ക് പലർക്കും പരിചിതമായിരിക്കും. എന്ന് വെച്ചാൽ ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജിസിയ, കരം കൊടുത്തുകൊണ്ട്, നികുതി കൊടുത്തുകൊണ്ട്, ഇസ്ലാമിന്റെ നിയമം ഉൾക്കൊണ്ടുകൊണ്ട് ശത്രുത വെക്കാതെ ജീവിക്കുന്ന ആൾക്കാർക്കാണ് റിമ്മി എന്ന് പറയുക. അതിൽ പെട്ട ഒരാളാണിത്. അപ്പൊ അദ്ദേഹത്തോട് ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചു പറയാണ്, നിന്റെ യൗവന കാലത്ത് നിന്നിൽ നിന്ന് ഞങ്ങൾ നികുതി ഈടാക്കി, നിന്റെ വാർദ്ധക്യ കാലത്ത് നിന്നെ വഴിയാധാരമാക്കി. ധാരാ പറയുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, നിന്നോട് നീതി കാണിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ബൈത്തുൽ മാലിൽ നിന്ന് എന്താണോ അദ്ദേഹത്തിന് ആവശ്യമുള്ളത് അത് കൊടുക്കാനുള്ള ഉത്തരവിടുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതാണ് ചേർത്ത് പിടിക്കൽ എന്ന് പറയുന്നത്. വൃദ്ധന്മാരെ, ജാതിയില്ല, മതമില്ല, ജൂതനാണ്, തിരിച്ചറിയണം നമ്മള്. നീ നോക്ക, ഒരു സംഭവം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം. ഖാലിദുൽ വലീദ് റളിയല്ലാഹു അൻഹു, ഇറാഖിലെ ഹീറ എന്ന് പറയുന്ന നിവാസികൾ, അവിടെയും ദിമ്മിയായ ക്രിസ്ത്യാനികളാണ് ഉള്ളത്. നേരത്തെ പറഞ്ഞ ദിമ്മിയായ ക്രിസ്ത്യാനികൾ, അവരുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കി. ആ ഉടമ്പടിയിൽ അദ്ദേഹം പറയുന്നത്, അറബിയൊന്നും വായിക്കാൻ നേരമില്ല, പറഞ്ഞതെന്നറിയോ, അവശത അനുഭവിക്കുന്ന വൃദ്ധന്മാർ, അപകടങ്ങളിൽപ്പെട്ടവർ, സമ്പത്ത് നന്നായി ഉണ്ടായിട്ട് അത് നഷ്ടപ്പെട്ട് ദരിദ്രരായവർ തുടങ്ങിയ അശരണരായ ആളുകൾക്ക് സാന്ത്വനം നൽകുന്നവരുടെ നികുതി ഒഴിവാക്കാനുള്ള ഉത്തരവാണ്. നോക്കുങ്ങൾ, ചാരിറ്റിക്ക് നികുതിയില്ല. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ സംഭവമൊന്നുമല്ല. ഇസ്ലാം എത്രയോ മുമ്പ് ഇത് പറഞ്ഞു വെച്ചു. ഇന്ന് ചാരിറ്റി ചെയ്യുന്നവർക്ക് പോലും എങ്ങനെ GST നികുതിയും വെച്ച് ഇങ്ങനെ പിടിക്കാമെന്നുള്ള നോട്ടത്തിന്റെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ചാരിറ്റിയാണ് ഈ പറഞ്ഞത്. സാന്ത്വനത്തിന്റെ തീർന്നില്ല, ഒരു വാചകവും കൂടിയുണ്ട്. എന്താണെന്നറിയോ? സാന്ത്വന പ്രവർത്തനങ്ങൾക്കും കുടുംബത്തിനും ആവശ്യമായ ചെലവുകൾ പൊതു ഖജനാവിൽ നിന്ന് നേടിയെടുക്കുകയും കൂടി ചെയ്യാം. ഉത്തരവാണ്.
ഇതാണ് ഇസ്ലാം. ഇതാണ് മതം പഠിപ്പിക്കുന്നത്. ഇതിനെയാണ് ചേർത്ത് പിടിക്കേണ്ടത് നമ്മൾ. ഇതായിരിക്കണം ചേർത്ത് പിടിക്കേണ്ടത്, മറ്റൊന്നുമല്ല എന്ന് നാം തിരിച്ചറിയുക. അപ്പൊ വയോജനങ്ങളെ ചേർത്ത് പിടിക്കലും അവരോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റലും പുണ്യകർമ്മമാണ്, പ്രതിഫലാർഹമായ കാര്യമാണ്. അവർക്ക് ചെയ്യുന്ന സേവനങ്ങൾക്ക് നികുതി പോലും ഒഴിവാക്കി കൊടുക്കുന്ന, ബൈത്തുൽ മാലിൽ നിന്ന് പോലും കൊടുക്കുന്ന സഹായങ്ങളെ സംബന്ധിച്ചാണ് ഈ അവസാനം നമ്മൾ കേട്ടത്. ഇതൊക്കെയാണ് ഇസ്ലാം. ആ ഇസ്ലാമിൽ ജീവിക്കാൻ, അതിന്റെ തണലിൽ ഒന്ന് കഴിയാൻ കിട്ടിയ ഭാഗ്യം ചെറുതൊന്നുമല്ല, വലിയ ഭാഗ്യമാണ്, വലിയ ഭാഗ്യമാണ്. അത് നമ്മളെങ്കിലും ഉൾക്കൊള്ളണം, എന്നിട്ടത് കൈമാറണം. അതാണ് ഉണ്ടാകേണ്ടത്. മലിക്കുൽ ജബ്ബാറായ അള്ളാഹു ഇതിന്റെയൊക്കെ അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദീനിന്റെ എല്ലാ വശങ്ങളും കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുടെ രോഗങ്ങളെ അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ഓപ്പറേഷൻ കഴിഞ്ഞും മറ്റു നിലയിലും പ്രയാസം അനുഭവിച്ചു ആശുപത്രികളിലും വീടുകളിലും കഴിച്ചുകൂട്ടുന്ന പലർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ വിഷമങ്ങളെ അകറ്റി കൊടുക്കുമാറാകട്ടെ. പൂർണ്ണമായ സിഹത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തീക്ഷ്ണമായ പരീക്ഷണങ്ങളിൽ നിന്ന് നാം എവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അള്ളാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.